ലോക ജനതയ്ക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ഒരുപോലെ ഉത്തമ മാതൃകയായിരുന്ന മിസ്റ്റിലെ മാണിക്യം നഫീസത്തുൽ മിസ്രിയ ബീവിയുടെ ധന്യമായ ജീവിതത്തിലെ ചില ഏടുകളാണ് ഇവിടെ കുറിക്കുന്നത്. അത്യുന്നതമായ പ്രവാചക കുടുംബത്തിലായിരുന്നു മഹദിയുടെ ജനനം. ആത്മീയതയുടെ ആഴമറിഞ്ഞ പണ്ഡിതശ്രേഷ്ഠനായിരുന്നു പിതാവ്. പുണ്യനബിയുടെ തിരുപ്പിറവി കൊണ്ട് അനുഗ്രഹീതമായ റബിയുൽ അവ്വൽ മാസത്തിലായിരുന്നു ആ പുണ്യജന്മം സംഭവിച്ചത്. ആദ്യത്തെ 5 വർഷം മക്കയുടെ മണ്ണിലായിരുന്നു അവർ വളർന്നത്. പിന്നീട് പിതാവിനോടൊപ്പം മദീനയിലേക്ക് താമസം മാറിയതോടെ അവരുടെ ജീവിതത്തിന്റെ സുദീർഘമായ കാലയളവ് പുണ്യനഗരിയിലായി. ബാല്യത്തിൽ തന്നെ ദീനീപരമായ കാര്യങ്ങൾ പഠിക്കാനും അവ ജീവിതത്തിൽ പകർത്താനും നഫീസ ബീവി അതീവ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. പിതാവിനോടൊപ്പം ആത്മീയ സദസ്സുകളിൽ സ്ഥിരമായി പങ്കെടുത്തിരുന്ന ആ കുഞ്ഞു നഫീസ് തന്റെ 8ാമത്തെ വയസ്സിൽ തന്നെ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനപാഠമാക്കി. അല്ലാഹുവുമായുള്ള ആത്മീയ ബന്ധത്തിലും പ്രാർത്ഥനകളിലും മുഴുകുന്നത് അവർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. റബ്ബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസിമാരിൽ ഒരാളായി തന്നെ ഉയർത്തണമേ എന്നതായിരുന്നു ആ കൊച്ചുമനസ്സിന്റെ നിരന്തരമായ തേട്ടം. 14ാം വയസ്സിൽ പ്രവാചക കുടുംബത്തിൽപ്പെട്ട ജ്ഞാനിയായ ഇസ്ഹാഖുമായി മഹദിയുടെ വിവാഹം നടന്നു. വിവാഹശേഷം ദമ്പതികൾ മക്കയിലേക്ക് താമസം മാറി. പ്രിയപ്പെട്ട വലിയുപ്പ മുത്ത് നബിയുടെ റൗള ഷരീഫ് വിട്ടുപിരിയുന്നതിൽ അവർക്ക് അതിയായ ദുഃഖമുണ്ടായിരുന്നെങ്കിലും അവരുടെ ഹൃദയം എപ്പോഴും മദീനയിലെ ആ പുണ്യസന്നിധിയിൽ തന്നെയായിരുന്നു. അങ്ങേയറ്റം സന്തുഷ്ടമായ ഒരു കുടുംബജീവിതമായിരുന്നു അവരുടേത്. ആ അനുഗ്രഹീത ദാമ്പത്യത്തിൽ ഖാസിം, ഉമ്മുകുൽസൂം എന്നിങ്ങനെ 2 മക്കൾ ജനിച്ചു. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും വിജ്ഞാനത്തോടുള്ള അടങ്ങാത്ത ദാഹം തീർക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. ഇടവേളകളിൽ മദീനയിലെത്തി റൗള ഷരീഫ് സന്ദർശിക്കുന്നത് അവർ പതിവാക്കി. മറ്റൊരാളെയും വേദനിപ്പിക്കുകയോ ആരുടെയും അവകാശങ്ങളിൽ ഇടപെടുകയോ ചെയ്യാത്ത സൽസ്വഭാവത്തിന്റെ ഉടമയായിരുന്നു മഹദി. നന്മ മാത്രം പറയുക, നന്മ മാത്രം പ്രവർത്തിക്കുക എന്നതായിരുന്നു അവരുടെ ജീവിതമുദ്ര. പകൽ മുഴുവൻ വ്രതാനുഷ്ഠാനത്തിലും രാത്രികാലങ്ങൾ സുന്നത്ത് നമസ്കാരങ്ങളിലും അവർ ചിലവഴിച്ചു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം വിശുദ്ധ ഖുർആനോടുള്ള അവരുടെ ആത്മബന്ധമാണ്. എണ്ണിയാലൊടുങ്ങാത്ത അത്രയും തവണ ഖുർആൻ ഖത്തം തീർത്ത ഒരു പുണ്യജീവിതമായിരുന്നു നഫീസത്തുൽ മിസ്രിയ ബീവിയുടേത്. തന്റെ വാസഗൃഹത്തിനുള്ളിൽ സ്വന്തം കരങ്ങളാൽ ഒരു ഖബർ കുഴിച്ച് അതിൽ ഇരുന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു സയ്യിദത്ത് നഫീസത്തുൽ മിസ്രിയ. ആ കുഴിമാടം നിർമ്മിക്കുമ്പോൾ അവിടുത്തെ മണ്ണ് കുതിർന്നിരുന്നത് നീരുറവ് കൊണ്ടായിരുന്നില്ല, മറിച്ച് അല്ലാഹുവിനോടുള്ള ഭയത്താൽ ആ പുണ്യവതിയുടെ കണ്ണുകളിൽ നിന്നും ഉതിർന്നു വീണ അശ്രുബിന്ദുക്കളാലായിരുന്നു. സാധാരണ മനുഷ്യർക്ക് ഒരു ഖബർ കണ്ടാൽ തന്നെ പാതിബോധം നഷ്ടപ്പെടുമെന്നിരിക്കെ പരലോകസ്മരണയിൽ മുഴുകിയ മഹദിക്ക് അത് തന്റെ ഏകാന്തമായ ഇബാദത്തുകളുടെ പുണ്യസങ്കേതമായിരുന്നു. ചന്ദ്രനെപ്പോലെ ശോഭിച്ചിരുന്ന വെളുത്ത സുന്ദരിയായ നഫീസ ബീവി കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളും ഉറക്കമൊഴിച്ചുള്ള പ്രാർത്ഥനകളും കാരണം ആകെ മാറിപ്പോയിരുന്നു. കണ്ണുകൾ കുഴിഞ്ഞും ശരീരത്തിന്റെ നിറം മങ്ങിയും അവർ മെലിഞ്ഞുണങ്ങി. സ്വന്തം ശരീരത്തെ പട്ടിണിക്കിട്ട് ആത്മാവിനെ പോഷിപ്പിക്കുന്ന ആ അവസ്ഥ കണ്ട് ബന്ധുക്കൾക്ക് പോലും സങ്കടം സഹിക്കാനായില്ല. അവർ വ്യാകുലതയോടെ ചോദിക്കുമായിരുന്നു, എന്തിനാണ് നിങ്ങൾ സ്വന്തം ശരീരത്തോട് ഇത്രത്തോളം കാഠിന്യം കാണിക്കുന്നത്? നിങ്ങളുടെ രൂപം തന്നെ മാറിപ്പോയിരിക്കുന്നു. ഇത്തരത്തിൽ തുടർന്നാൽ അത് മരണത്തിന് കാരണമാകില്ലേ? തന്റെ പ്രിയപ്പെട്ടവരുടെ ആശങ്കയ്ക്ക് ആ മഹദി ശാന്തമായി മറുപടി നൽകി, കഴിഞ്ഞ 30 വർഷമായി അല്ലാഹുവിനോട് ഞാൻ 2 കാര്യങ്ങൾ മാത്രമേ അപേക്ഷിച്ചിട്ടുള്ളൂ. 1. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് മരിക്കണം. 2. വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് നോമ്പുകാരിയായി ഈ ലോകത്തോട് വിട പറയണം. ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നതുപോലെ വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ ചുണ്ടുകളിൽ മന്ത്രിച്ചുകൊണ്ടുതന്നെയാണ് ആ പുണ്യവതി ഇഹലോകവാസം വെടിഞ്ഞത്. ഇന്നും ഗർഭിണികൾ സുരക്ഷിതമായ പ്രസവത്തിനും പ്രയാസങ്ങൾ നീങ്ങുന്നതിനുമായി നഫീസത്തുൽ മിസ്രിയുടെ പേരിൽ പ്രാർത്ഥനകൾ നടത്താറുണ്ട്. നഫീസത്ത് മാലകൾ ഈ നാടുകളിൽ ഇന്നും ഭക്തിപൂർവ്വം പാരായണം ചെയ്യപ്പെടുന്നു. 40 വയസ്സിന് ശേഷം കുടുംബസമേതം ഈജിപ്തിൽ സ്ഥിരതാമസമാക്കിയതോടെയാണ് അവർ നഫീസത്തുൽ മിസ്രിയ എന്ന പേരിൽ വിശ്വപ്രസിദ്ധയായത്. മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫി ഉൾപ്പെടെയുള്ള മഹാന്മാരായ പണ്ഡിതർ ആ മഹദിയുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും അറിവ് തേടുകയും ചെയ്തിട്ടുണ്ട്. ജ്ഞാനത്തിന്റെയും ആത്മീയതയുടെയും ആ മഹാസാഗരം ഒടുവിൽ ശാന്തമായപ്പോൾ ഈജിപ്തിലെ മണ്ണ് ആ പുണ്യത്തെ നെഞ്ചേറ്റി. ആ മഹദിയുടെ കൂടെ സ്വർഗ്ഗത്തോപ്പുകളിൽ ഒരുമിച്ചു കൂടാൻ അല്ലാഹു നമുക്കും ഭാഗ്യം നൽകട്ടെ. ആമീൻ.